ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ കൈമുട്ടിൽ, കാൽമുട്ടിൽ, കഴുത്തിൽ ഒക്കെ വരുന്ന കറുത്ത ഒരു പാടുണ്ടല്ലോ, അത് മാറാനായിട്ടുള്ളൊരു മാസ്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു മാസ്കാണ്. അപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതുകൂടി ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ മാസ്കിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന, വിലക്കുറവിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ച് അതിൻ്റെ ഒരു റിസൾട്ടും പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒന്നാണ്. ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തത് അരച്ചെടുത്തതാണ്. പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഹാഫ് ലെമണിൻ്റെ ഫുൾ ജ്യൂസും എടുക്കണം. അത് നന്നായിട്ട് ഈ ഒരു അരച്ച ആ ഒരു ഉഴുന്നിൻ്റെ ആ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എല്ലാ പാക്കുകളും ചെയ്യുന്ന പോലെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ അത്രയും സമയമെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് എവിടെയാണ് പിഗ്മെൻറ്റേഷൻ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴുത്തിലാണ്. മാല ഇട്ടതിൻ്റെ ഒരു കറുത്ത പാട് കൊണ്ട് കഴുത്തിൽ. അപ്പം ഞാൻ ആ കഴുത്തിലാണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതലും ഈ മാലയൊക്കെ ഇടുന്നത് കൊണ്ട് കഴുത്തിലാണ് കൂടുതൽ പാടുകൾ വരുന്നത്. പിന്നെ കക്ഷത്ത് വരുന്ന പാടുകളും ഇത് തേച്ച് കഴിഞ്ഞാൽ കക്ഷത്തുള്ള പാടുകളും നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ തുടയിടുക്കിൽ, കാൽമുട്ടിൽ, ചിലർക്ക് കൈമുട്ടിലൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ആയിരിക്കും. അതൊക്കെ മാറാനും ഈ ഒരു മാസ്ക് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. പിന്നെ എന്നിട്ട് അത് നമ്മൾ സാധാരണ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ജ്യൂസ് എടുത്ത ആ ലെമൺ ഉണ്ടല്ലോ, ലെമണിൻ്റെ ആ തോട് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം. ഒരു സ്ക്രബിങ് ഇഫക്റ്റ് ഒന്നും കിട്ടത്തൊന്നുമില്ല. നല്ലൊരു മെഴുമെഴ നല്ല മൈൽഡായിട്ട് അരച്ചതല്ലേ, അതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുന്ന പോലെ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് സമയമെടുത്ത് തന്നെ ഒരു 15 മിനിറ്റ് കൂടുതലെങ്കിലും നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലൊരു ഇഫക്റ്റ് തന്നെ കിട്ടും. ഇതിപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. കാരണം ആ മാല ഇട്ടതിൻ്റെ നല്ല ഒരു കറുത്ത പാടുണ്ടായിരുന്ന കഴുത്തിൽ, അതൊരു ഫസ്റ്റ് യൂസിൽ തന്നെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ ചെയ്യാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കഷത്തിലും തുടയിടുക്കിലും കൈമുട്ടയിലും കാൽമുട്ടയിലും ഒക്കെ ഉള്ള ആ ഒരു പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ ആ ഒരു റിസൾട്ട് കണ്ടോ? ആദ്യം നല്ല കറുത്ത പാടുണ്ടായിരുന്നു അവിടെ മാല ഇട്ടതിൻ്റെ, ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ മാസ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും എല്ലാം എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴുത്തിന് ചുറ്റും കൈമുട്ടിലും കാൽമുട്ടിലും കക്ഷത്തിലും ഒക്കെയുള്ള ആ ഒരു കറുത്ത പാട് മാറും. നമ്മളിത് പക്ഷേ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യണം. ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മുടെ ഈ പാടുകൾ നിശേഷം മാറുന്നത് കാണാം. കറുത്ത പാടുകളിന് ശേഷം മാറുന്ന കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.